ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സുഭാഷിതങ്ങൾ 18-ാം അധ്യായം 21-ാം തിരുവാക്യം. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും, അതിനെ സ്നേഹിക്കുന്ന അതിൻ്റെ കനി ഭുജിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ വലിയ പാപികളൊന്നുമല്ല, മറ്റുള്ളവരെ പോലെ തല്ലാനോ കൊല്ലാനോ പോകാത്തവരോ നമ്മൾ എന്നൊക്കെ. എന്നാൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നിരവധിയാണെന്ന കാര്യം പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നു. മറ്റുള്ളവരെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പരത്തുമ്പോൾ, കുത്തുവാക്കുകളെ പറഞ്ഞ് മുറിവേൽപ്പിക്കുമ്പോൾ, മറ്റവരെ താഴ്ത്തിയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാം നമ്മൾ മറ്റവരെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന രീതിയിലുള്ള പാപമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാവിനെ നാശത്തിൽ നിന്ന് ഒഴിവാക്കി ജീവൻ നൽകുന്ന വചനങ്ങൾ സംസാരിക്കാനായിട്ട്, വാക്കുകൾ സംസാരിക്കാൻ നമുക്ക് ഓരോ നിമിഷം പ്രവർത്തിക്കാം. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ, മറ്റൊരു പ്രോത്സാഹനം നൽകുന്ന വാക്കുകൾ, നമുക്ക് അനുഗ്രഹിക്കുന്ന വാക്കുകൾ നമുക്ക് നമ്മുടെ നാവിൽ നിന്ന് വരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇതിനായിട്ട് കർത്താവിൻ്റെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.